എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രൂക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഗെയിമിംഗ് TWS ആണ് BTG 1ഉം BTG 2ഉം. BTG 1 ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകുമ്പോൾ BTG 2 ആമസോണിൽ ലഭ്യമാകുന്നു. 1999 രൂപ തന്നെയാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെയും വില എന്ന് പറയുന്നത്. സ്പെക് വൈസ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം തന്നെ സെയിം ആണ്. എന്നാൽ ആകെ ഉള്ളൊരു ഡിഫറൻസ് എടുത്ത് പറയാൻ പറ്റുന്നത് ഈ ഒരു കേസിലെ ആ ഒരു ഷേപ്പ് വ്യത്യാസം മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ട് എന്തായാലും ഈക്വൽ അല്ലെങ്കിൽ സെയിം ആണെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് BTG 2 എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിംഗ് TWSന്റെ കുറച്ച് വിശേഷങ്ങളാണ്. 1999 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി അടുത്ത ദിവസം റീഷൂട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റൊക്കെ അകത്തെടുത്തൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുവാണ്. ഏറ്റവും ഫ്രണ്ടിലെ ബോക്സിൽ നോക്കുവാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും BTG 2 എന്ന് എഴുതിയിട്ടുണ്ട്. 60ms ലോ ലേറ്റൻസി, 48 hours പ്ലേ ടൈം, 13mm സ്പീക്കേഴ്സ് എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. രണ്ട് സൈഡിൽ പവർ ഓഫ് ട്രൂ ബീറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലാണ്ട് കുറേ കാര്യങ്ങൾ പിറകിലും അവർ എഴുതിയിട്ടുണ്ട് ഹൈലൈറ്റിൽ. എന്തായാലും ഇതൊക്കെ തന്നെ പൂർണ്ണമായി ഞാൻ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുവാണെങ്കിൽ 8/2021 MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 3499 രൂപയാണ്. കൺട്രി ഓഫ് ഒറിജിൻ നോക്കുവാണെങ്കിൽ ചൈനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് ഇയർബഡുകളും അതേപോലെ തന്നെ കേസും എല്ലാം തന്നെ സെപ്പറേറ്റ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു കേസിൻ്റെയും ഇയർബഡുകളുടെയും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ജസ്റ്റ് ഇയർബഡുകൾ ഇങ്ങനെ കേസിലോട്ട് അങ്ങിടുമ്പോൾ കണ്ടോ, കേസിൽ പച്ച കളർ കത്തി, അതേപോലെ തന്നെ ഇയർബഡുകളിൽ വെള്ള ലൈറ്റ് പിറകിൽ കത്തി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കേസിൽ പച്ച ലൈറ്റ് കത്തി കിടക്കുന്നതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ആണ്. അതേപോലെ തന്നെ ഇയർബഡുകളിൽ വെള്ള ലൈറ്റ് മാത്രം കത്തി കിടക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ഇയർബഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇതിൽ പച്ച കത്തിക്കഴിഞ്ഞാൽ ഇയർബഡുകളിലും 100% ആ ഒരു ബാറ്ററി ചാർജ് കയറി എന്ന് അറിയാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഈ ഒരു ഇയർബഡ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കണ്ടോ, പച്ചയും വെള്ളവും ഇങ്ങനെ മാറി മാറി കത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓൾറെഡി ഡിവൈസുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിനെ ഒന്ന് സെർച്ച് ചെയ്യുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെയർ ചെയ്യാൻ വേണ്ടി മറ്റൊരു ഡിവൈസിനെ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു വെള്ളയും പച്ചയും ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സെയിം രീതി തന്നെയാണ് നമ്മുടെ നോയ്സിലൊക്കെ ആണെങ്കിൽ വൈറ്റ് മാത്രമാണ്, എന്നാൽ ബോട്ടിലൊക്കെ ആണെങ്കിൽ ആ ഒരു ബ്ലൂം റെഡും എന്നുള്ളതാണ്. ഇനി ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ കിട്ടുന്ന മറ്റുള്ള ആക്സസറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് സൈസസിലുള്ള സിലിക്കൺ ടിപ്സുകളും കൂടാതെ ഒരു Type-C മിനി കേബിളും, അതല്ലാണ്ട് രണ്ട് പേപ്പർ നോട്ട്സ് ആണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് വാറണ്ടി കാർഡാണ്. ഈ ഒരു വാറണ്ടി എടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് 1 വർഷം ഉണ്ട് ഇതിന്റെ വാറണ്ടി. എന്നാൽ ട്രൂക്ക് ബഡ്സ് Q1ലും S1ലും നമുക്ക് 6 മാസമേ കിട്ടുന്നുള്ളൂ. അതാണ് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ അതിൽ പറയുന്നൊരു കാര്യം. എന്നാൽ ഇവിടെ നമുക്ക് 1 വർഷം കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി കേസ് ഒന്ന് ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് ആ ഒരു മോഡേൺ ട്രൈബൽ ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കണ്ണും പിരിയവും മൂക്കും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു വായൊക്കെയാണ് ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്നത്. അവിടെയാണ് ആ ഒരു പച്ച ലൈറ്റ് കത്തുന്നത്. ഏറ്റവും മുകളിലായിട്ട് ട്രൂക്കിന്റെ ലോഗോയും കാണാൻ സാധിക്കും. ഇനി അടിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ Type-C പോർട്ടും കാണും. ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ്ഡ് കളറോട് കൂടിയിട്ടാണ് ഈ കേസ് നമുക്ക് ലഭ്യമാകുന്നത്. കേസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 300 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് 48 മണിക്കൂറാണ് പ്ലേ ടൈം ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് ഇയർബഡുകളിൽ നിന്നും 10 മണിക്കൂറും പ്ലേ ടൈം ലഭ്യമാകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ സ്റ്റാൻഡ് ബൈ ടൈം എന്ന് പറയുന്നത് 180 മിനിറ്റ് ആണ്. എന്തായാലും ഈ ഒരു കേസ് 300 mAh ബാറ്ററി ചാർജ് ആകാനായിട്ട് വെറും 1.5 hours മാത്രം മതിയെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു 48 മണിക്കൂർ ആയാലും 10 മണിക്കൂർ ആയാലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ, ആ ഒരു എക്സാക്ട് ടൈം എന്ന് പറയുന്നത്. ഇനി ഇയർബഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ 13mm ടൈറ്റാനിയം ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുന്നത്. ഫിസിക്കലി ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്. 45 ഡിഗ്രി ആംഗിൾഡ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങ് വളരെ കംഫർട്ടബിൾ ആയിട്ട് അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് കയറി ഇരിക്കുന്നുള്ളതാണ്. ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെവിയിൽ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് PUBG ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണെന്നുള്ളതാണ്. ഇനി ഫിസിക്കലി ഒന്ന് പിറകിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും പിറകിലായിട്ട് ആ ഒരു ട്രൈബൽ ഡിസൈനും അതുപോലെ തന്നെ ട്രൂക്കിന്റെ ലോഗോയും കാണാൻ സാധിക്കും. മുകളിലും താഴെയായിട്ട് രണ്ട് മൈക്കും ഉണ്ടെന്നുള്ളതാണ്. ബ്ലാക്ക് കളറിലുള്ള ഒരു മാറ്റ് ഫിനിഷ്ഡ് ബ്ലാക്ക് കളറിലുള്ള രണ്ട് സിലിക്കൺ ടിപ്സ് ആണ് ഇതിന്റെ കൂടെ കിട്ടുന്നത്. നമുക്ക് പൊതുവെ ഒരു കേസ് മാറ്റ് ഫിനിഷ്ഡ് ആണെങ്കിൽ ഇയർബഡുകളും അതേ
അതേപോലെയാണ് കിട്ടേണ്ടത്. എന്നാൽ ഇവിടെ തിരിച്ചാണ്, ഗ്ലോസി ഫിനിഷ്ഡ് ഇയർബഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഈ ഒരു ട്രൈബൽ ഡിസൈനിന്റെ നടുക്കായിട്ടാണ് നമ്മുടെ ആ ഒരു ടച്ച് കൺട്രോളും, കൂടാതെ ഈ ഒരു ട്രൈബൽ ഡിസൈനിലാണ് നമ്മുടെ ആ ഒരു ലൈറ്റ് വൈറ്റും ഗ്രീനും ലൈറ്റ് ഒക്കെ കത്തുന്നത് എന്നുള്ളതാണ്. ഓവറോൾ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ലുക്ക് തന്നെയാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഈ ഒരു സിംഗിൾ ചാർജിൽ കമ്പനി അവകാശപ്പെടുന്ന പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. ഈ ഒരു ഇയർബഡുകളുടെ വെയിറ്റ് വെറും 4 ഗ്രാം ആയതുകൊണ്ട് തന്നെ 10 അല്ല 20 മണിക്കൂർ വേണമെങ്കിൽ നമുക്കിത് ചെവിയിൽ ഇരുന്നാൽ അത്രയ്ക്കും ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് തന്നെയാണെന്നുള്ളതാണ്. ഗെയിമേഴ്സിന് വേണ്ടി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോഡേൺ ട്രൈബൽ ഡിസൈനും. പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ ആ ചാർജ് ചെയ്യുന്ന സമയത്തുള്ള ലൈറ്റ് ഒക്കെ കത്തിക്കിടക്കുന്നത് കാണുമ്പോഴേ ആ ഒരു ഗെയിം മൂഡ് ഓൺ ആകും, അല്ലെങ്കിൽ ആ ഒരു ഗെയിം ആംബിയൻസ് ക്രിയേറ്റഡ് ആകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളതാണ്. കസ്റ്റമൈസ്ഡ് ഗെയിം കോർ ചിപ്സെറ്റാണ് നമുക്ക് ഈ 2 ഇയർബഡുകളിൽ ലഭ്യമാകുന്നത്. കൂടാതെ 60 ms ലോ ലേറ്റൻസി മോഡും നമുക്ക് ഈ ഒരു ട്രൂക്കിന്റെ BTG 2 നിന്നും ലഭ്യമാകുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ലോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലോ ലേറ്റൻസി മോഡ് നമുക്ക് ലഭ്യമാകുന്നത് ഈ ഒരു 60 ms എന്ന് പറയുന്നത് ട്രൂക്കിന്റെ BTG 1 അതുപോലെ തന്നെ BTG 2 നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സവിശേഷത തന്നെയാണ്. ഈ ഒരു ലോ ലേറ്റൻസി മോഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രിപ്പിൾ ടാപ്പ് വലതുവശത്തിൽ ചെയ്താൽ ഓൺ ആകുന്നതാണ്. ഗെയിം മോഡ് ഓൺ എന്ന് പറയും. അതുപോലെ തന്നെ വീണ്ടും നമ്മളൊന്നുകൂടി ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് മോഡ് ഓൺ എന്ന് അവിടെ വീണ്ടും ആ ഒരു വോയിസ് നമുക്ക് കമാൻഡ് കേൾക്കും എന്നുള്ളതാണ്. ഇനി ടച്ച് കൺട്രോൾസിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി വർക്ക് ചെയ്യും. കൂടാതെ റൈറ്റ് സൈഡിൽ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ലെഫ്റ്റ് സൈഡിൽ ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. എല്ലാം ആ ഒരു ബേസിക് പൊതുവെ നമ്മുടെ ഇയർബഡുകളിൽ കാണാൻ സാധിക്കുന്ന പോലത്തെ ഒരു ടച്ച് കൺട്രോൾസ് തന്നെയാണെന്നുള്ളതാണ്. AAC അതുപോലെ തന്നെ SBC കോഡക്സ് നമുക്ക് ഇതിനകത്ത് വർക്ക് ആവും. AAC എന്ന് പറയുന്നത് മ്യൂസിക് മോഡിലും SBC എന്ന് പറയുന്നത് ഗെയിം മോഡിലുമാണ് വർക്ക് ആവുന്നത്. ഒരു ടെക്നോളജി നമ്മൾ നോക്കുവാണെങ്കിൽ AACയിലാണ് കുറച്ചുകൂടി ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് ഔട്ട്പുട്ട് കുറച്ചുകൂടി ആ ഒരു ക്വാളിറ്റിയോട് കിട്ടുന്നത്. അതെന്തായാലും ഈ ഒരു മ്യൂസിക് മോഡിലേക്ക് അവർ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ SBC എന്ന് പറയുന്നത് ഗെയിം മോഡിലേക്കും നമുക്ക് പൊതുവെ ഇപ്പോൾ ഉള്ള നെക്ക് ബാൻഡിലൊക്കെ കാണാൻ സാധിക്കും. ബ്ലൂടൂത്തിന്റെ ഡിവൈസിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് AAC to SBC മോഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ഓവർ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സെറ്റിംഗ്സിൽ പോയിട്ട് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഗെയിം മോഡ് ഓൺ ആക്കുമ്പോൾ മാത്രം SBCയും അതുപോലെ തന്നെ മ്യൂസിക് മോഡ് ഓൺ ആക്കുമ്പോൾ മാത്രം AACയും വർക്ക് ആവും എന്നുള്ളതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX4ന്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അതല്ല നിങ്ങൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല. ഇനി മ്യൂസിക് ക്വാളിറ്റി അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂക്കിന്റെ BTG 2 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഇൻഡോറിൽ. കാരണം അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു മൈക്ക് ക്വാളിറ്റി. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിംഗ് TWS ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ PUBG കളിക്കുന്ന സമയത്ത് ഈ ഒരു മൈക്കിന് ആവശ്യമുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ ലോ ലേറ്റൻസി ടെസ്റ്റ് ഒക്കെ വെച്ചിട്ട് മറ്റൊരു വീഡിയോ കൂടെ കാണും. നാളെ തന്നെ ആ ഒരു വീഡിയോ കൂടി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായും ഈ ഒരു ട്രൂക്കിന്റെ BTG 2 വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ കൂടുതൽ എടുക്കാനായിട്ട് ഈസി ആകും എന്നുള്ളതാണ്. എന്തായാലും ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര ഒരു ക്വാളിറ്റി ഇതിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഒരു മോണോ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് ഈ BTG 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വോക്കൽ ഔട്ട്പുട്ട് ഉള്ള മ്യൂസിക്കുകളാണ് കേൾക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ഡിസപ്പോയിന്റഡ് ആകും. കാരണം വോക്കൽ എന്തോ അതും ഒരു ബേസ് ഒത്തിരി കലർന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുഖം അതിൽ എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. പക്ഷേ ഈ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഇടി ഭയങ്കര ബൂം 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 എന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. ബേസ് ലവേഴ്സിന് ഇഷ്ടപ്പെടും. എന്നാൽ ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു വോക്കൽ കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പാട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റീരിയോ കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പാട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് അവർ ഇറക്കിയിരിക്കുന്നത് പാട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഗെയിം കളിക്കാൻ വേണ്ടിയാണ്. ഗെയിം തന്നെയാണ് കേട്ടോ, പെർഫെക്റ്റ്ലി നമുക്ക് കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. PUBG ഒക്കെ ഞാൻ കളിച്ച് നോക്കി, യാതൊരുവിധ സംശയവുമില്ല. അത് മാത്രമല്ല ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു ഷോട്ട് നമുക്ക് വരുന്നെങ്കിൽ അത് അതേപോലെ മനസ്സിലാകും. അല്ലെങ്കിൽ ആ ഒരാൾ അവിടെ നിന്നിട്ട് ഫയർ ചെയ്യുന്നെങ്കിൽ എവിടെ നിന്നിട്ടാണ് ഫയർ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം പിറകിലാണെങ്കിൽ പോലും ഒരു പിറകിൽ നിന്ന് ആരോ അടിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഗെയിമേഴ്സിന് വേണ്ടിയാണ് അവർ ഈ ഒരു പ്രോഡക്റ്റ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. സോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഗെയിം കളിക്കാൻ പ്ലസ് നിങ്ങൾക്ക് ആ ഒരു മെജോറിറ്റി ഗെയിമിങ്ങും എന്നാൽ പാട്ടും കേൾക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ മാത്രം ട്രൂക്ക് BTG 2ലേക്ക് പോവുക. അതല്ല നിങ്ങൾക്ക് പാട്ടാണ് ആദ്യം ഇമ്പോർട്ടൻറ്റ്, രണ്ടാമതാണ് ഗെയിമിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വർത്ത് ബൈങ് ആകില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ BTG 2നെ കുറിച്ചിട്ടൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് തോന്നുന്നത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അത് എനിക്കും നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉപയോഗപ്രദമാകുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.